കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ UAPA കേസുകളിൽ ജയിലിൽ അടയ്ക്കപ്പെടുന്നവരിൽ ഭൂരിഭാഗം നിരപരാധികളെന്ന് തുറന്നു സമ്മതിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. 2022-ൽ 1005 UAPA കേസുകൾ രജിസ്റ്റർ ചെയ്തപ്പോൾ ശിക്ഷിക്കപ്പെട്ടത് വെറും 41 പേർ. രാജ്യസഭയിൽ ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എംപിയുടെ ചോദ്യത്തിനുള്ള മറുപടിയിലാണ് ഇത് സംബന്ധിച്ച കണക്കുകൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തുവിട്ടത്. 2018 മുതൽ 2022 വരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി രജിസ്റ്റർ ചെയ്ത കേസുകളും അതിൽ ശിക്ഷിക്കപ്പെട്ടവരുടെ എണ്ണവും സംബന്ധിച്ച വിവരങ്ങളാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തുവിട്ടത്. രാജ്യസഭയിൽ ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എംപിയുടെ ചോദ്യത്തിന് കേന്ദ്രം നൽകിയ മറുപടിയിലാണ് UAPA ചുമത്തിയ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടതിൽ ഭൂരിഭാഗവും നിരപരാധികളെന്ന് തുറന്ന് സമ്മതിച്ചത്. 2018 മുതൽ 2022 വരെ വിവിധ സംസ്ഥാനങ്ങളിൽ രജിസ്റ്റർ ചെയ്തത് 5023 UAPA കേസുകൾ. എന്നാൽ ശിക്ഷിക്കപ്പെട്ടത് വെറും 252 കേസുകളിൽ മാത്രം. 2022-ൽ 1005 UAPA കേസുകൾ രജിസ്റ്റർ ചെയ്തപ്പോൾ 41 പേർ മാത്രമാണ് ശിക്ഷിക്കപ്പെട്ടത്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളായ ബീഹാർ, മണിപ്പൂർ, ഉത്തർപ്രദേശ്, അസം തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് ഈ കാലയളവിൽ ഏറ്റവും കൂടുതൽ UAPA കേസുകൾ രജിസ്റ്റർ ചെയ്തത്. 2018-ൽ അസമിൽ UAPA ചുമത്തി 170 പേർ അറസ്റ്റ് ചെയ്യപ്പെട്ടെങ്കിലും ഒരാൾ പോലും ശിക്ഷിക്കപ്പെട്ടില്ല. 2018-ൽ ഉത്തർപ്രദേശിൽ 479-ഉം മണിപ്പൂരിൽ 332 പേരും രാജ്യദ്രോഹ കുറ്റം ചുമത്തി അറസ്റ്റിലായിട്ടുണ്ട്. UAPA നിയമത്തിന്റെ ദുരുപയോഗം തുറന്നുകാട്ടുന്നതാണ് ഈ കണക്കുകളെന്ന് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എംപി ചൂണ്ടിക്കാട്ടി. അതേസമയം കേരളത്തിൽ 129 UAPA കേസുകൾ രജിസ്റ്റർ ചെയ്തെങ്കിലും ആരും ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. മാധ്യമപ്രവർത്തകർക്കെതിരെ UAPA ഡേറ്റകൾ സൂക്ഷിക്കുന്നില്ലെന്നും മന്ത്രാലയം വ്യക്തമാക്കി. മാത്രമല്ല, കേസുകളിൽ കുറ്റവിമുക്തരായ വ്യക്തികൾക്ക് നഷ്ടപരിഹാരത്തിന് വ്യവസ്ഥയില്ലെന്നും കേന്ദ്രം വ്യക്തമാക്കിയിട്ടുണ്ട്. രാഷ്ട്രീയ എതിരാളികളെയും തങ്ങൾക്കെതിരെ സംസാരിക്കുന്നവരെയും രാജ്യദ്രോഹികളായി മുദ്രകുത്തി അറസ്റ്റ് ചെയ്യുന്ന BJPയുടെ രാഷ്ട്രീയ അജണ്ടയാണ് ഇതിനു പിന്നിലെന്നാണ് വിമർശനം ഉയരുന്നത്. കൈരളി ന്യൂസ്, ദില്ലി.